അത് അമ്മയ്ക്ക് കുറച്ച് തലവേദനയായിട്ടുണ്ടടാ, അതുകൊണ്ട് അമ്മ കിടക്കുന്നത്. അമ്മയ്ക്ക് വയ്യ, അമ്മ കുറച്ചു നേരം കിടക്കട്ടെ. നീ അങ്ങോട്ട് പോയി കളിക്കിപ്പോ. ആ ശരിയടാ അമ്മു, അമ്മ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ അപ്പുറത്ത് പോയി കളിക്കിട്ടാ, അമ്മയെ ശല്യപ്പെടുത്തണ്ട. ആ ശരിയടാ അമ്മു, അങ്ങോട്ട് പോയി കളിക്കിപ്പോ. ആ എന്തറിയാ? ബോളോ? നിന്റെ ബോള് നിനക്കല്ലേ അറിയുള്ളൂ, എനിക്കെങ്ങനെ അറിയാനാ? ബോൾ അവിടെ എവിടെങ്കിലും ഉണ്ടാകും റിയാ, നീ പോയി അവിടെ നോക്ക്. അയ്യോടാ അമ്മൂസെ, അമ്മയ്ക്ക് വയ്യടാ, തലവേദനിച്ചിട്ടല്ലേ അമ്മ കിടക്കുന്നത്. ബോൾ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. നീ അവിടെ പോയി നോക്ക്, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോയി ചോദിക്ക്. റിയ, എനിക്കുള്ള തലവേദനയിൽ ഇപ്പൊ ബോളൊന്നും തെരയാൻ വയ്യ. നീ പോയി വേറെ എന്തെങ്കിലും വെച്ച് കളിക്കറിയ. എനിക്ക് തലവേദന ശരിയായ ശേഷം ഞാൻ വന്ന് നിനക്ക് ബോൾ എടുത്തു തരാം. ആ ശരിയടാ അമ്മൂസേ, അമ്മ തലവേദന ശരിയായ ശേഷം നിനക്ക് ബോൾ എടുത്തു തരാം. നീ അപ്പുറത്ത് പോയി വേറെ എന്തെങ്കിലും വെച്ച് കളിക്കിപ്പോ. അമ്മ എങ്ങനെ വെറുതെ ശല്യപ്പെടുത്തണ്ടടാ, അമ്മയ്ക്ക് ഒരുപാട് തലവേദനിക്കണു. അമ്മ കുറച്ചു നേരം കിടക്കട്ടെ. ആ ശരിയടാ അമ്മു, പൊയ്ക്കോ, പോയി കളിക്ക്. ഇപ്പൊ എന്തറിയാ വേണ്ടത്? എന്റെ ദൈവമേ, ഇത്ര നേരം ഇവൾക്ക് ഒന്നും ആവശ്യപ്പെട്ടില്ല. ഇപ്പൊ ഞാൻ തലവേദനിക്കണമെന്നും പറഞ്ഞ് കുറച്ചു നേരം കിടക്കുമ്പോഴാണ് ഇവൾക്ക് കളിക്കാൻ ബോൾ വേണം, വിശക്കണു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇവളെയും വെച്ചിട്ട് ഞാൻ കിടന്ന് റെസ്റ്റ് എടുത്ത പോലെ തന്നെ. റിയ, നീ എന്താ ഈ സമയത്ത് വിശക്കണമെന്ന് പറയണേ? ഉച്ചയ്ക്ക് അമ്മ ഭക്ഷണം തരുമ്പോ നേരെ കഴിക്കാതെ അപ്പൊ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ വിശക്കണമെന്നും പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പഴേ ഞാൻ എനിക്ക് സ്നാക്സ് തന്നത്. അയ്യോ റിയ, ഇപ്പം അമ്മ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തലവേദനിക്കണു. കുറച്ചു നേരം കിടന്ന് തലവേദന ശരിയായ ശേഷം ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചതാ. അയ്യോ എന്തറിയാ നീ? തലവേദനിച്ചിട്ട് വയ്യ, കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചാ അതിന് പോലും നീ വിടുന്നില്ലല്ലോ. അയ്യോ തരാം. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? തലവേദന എന്നും പറഞ്ഞ് കുറച്ചു നേരം കിടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. തലവേദനിച്ചാലും കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ നിക്ക്. ഐഷു, എന്ത് പറ്റി? എന്താ ഈ സമയത്ത് കിടക്കണ? അത് ശിവേട്ടാ, എനിക്ക് തലവേദനയാ ശിവേട്ടാ. തലവേദനയാണോ? എന്ത് പറ്റി ഐഷു? ശരി, ടാബ്ലറ്റ് വല്ലതും കഴിച്ചോ? ഇല്ല ശിവേട്ടാ, ടാബ്ലറ്റിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചു നേരം കിടന്നാ ശരിയാവും. അതെയോ, എന്നാ ശരി, നീ കിടന്ന് റെസ്റ്റ് എടുക്ക്. എവിടെ റെസ്റ്റ് എടുക്കാനാ? കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്താ തലവേദന ശരിയാവുമെന്ന് വിചാരിച്ച് കിടന്നതാ. അതിന് എവിടെയാ നിങ്ങളുടെ മകള് വിടുന്നത്? അപ്പോഴേക്കും വന്ന് ബോള് വേണമെന്ന് പറയണു, പിന്നെ വിശക്കണോ, കഴിക്കാൻ വേണമെന്ന് പറയണു. ഇങ്ങനെ ഓരോന്നും ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയ്യോ എന്താടാ അമ്മോ, അമ്മ തലവേദന എന്നും പറഞ്ഞ് കിടക്കുമല്ലേ? ഇങ്ങനെ അമ്മനെ ശല്യപ്പെടുത്താൻ പാടില്ല. പാവം അമ്മ കിടക്കട്ടെ. നീ വാ, നമുക്ക് അപ്പുറത്ത് പോകാം. അവള് വിശക്കണമെന്ന് പറയണു ശിവേട്ടാ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, കുഴപ്പമില്ല, ഞാൻ വന്ന് അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. എടി ഐഷു, തലവേദന എന്നും പറഞ്ഞ് നീ എങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കും? കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്ക്. തലവേദന ശരിയായ ശേഷം എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. അതിനിപ്പോ അവള് വിശക്കണമെന്ന് പറയണല്ലോ. അത് സാരമില്ല ഐഷു, ഞാൻ അവൾക്ക് എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കൊടുത്തോളാം. നീ പിന്നെ തലവേദന ശരിയായിട്ട് വല്ലത് ഉണ്ടാക്കിയാ മതി.
ഇല്ല ശിവേട്ടാ, ഇപ്പോഴേ അവള് സ്നാക്സ് കഴിച്ചത്. വീണ്ടും സ്നാക്സ് കൊടുക്കണ്ട. എന്തായാലും സമയമായില്ലേ. ഇനിയിപ്പോ രാത്രിക്ക് കഴിക്കാൻ ഉണ്ടാക്കണം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാ. ശരി, തലവേദന കുറച്ച് ശരിയായിട്ട് വന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അവള് വിശക്കണമെന്ന് പറയല്ലേ. ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തിട്ട് പിന്നെ കിടന്നോളാം. അയ്യോ ഐഷു, നീ തലവേദനയും കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാനാ? ശരി, ഇപ്പൊ എന്താ രാത്രിക്ക് ചപ്പാത്തി അല്ലേ ഉണ്ടാക്കണം? അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ റിയാന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം. നീ കിടന്ന് റെസ്റ്റ് എടുക്ക്. എന്താ നിങ്ങൾ ഉണ്ടാക്കാനോ? അതിന് നിങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ ശിവേട്ടാ. ഐഷു, എന്താ അറിയില്ലെന്ന് പറയണ്? ചപ്പാത്തി ഉണ്ടാക്കണത് എന്താ അത്രയും വലിയ കാര്യമാണോ? അയ്യോ ശിവേട്ടാ, ചപ്പാത്തി മാത്രമല്ല, അതിന് കറിയും വെക്കണം. അതൊന്നും നിങ്ങൾക്ക് വെക്കാൻ അറിയില്ല. അതെ, എന്താ ഐഷു, കറി വെക്കണത് വലിയ കപ്പൽ ഉണ്ടാക്കണ പണിയല്ലേ? ഇപ്പൊ എന്താ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കി അതിന് കറി വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നീ മിണ്ടാതെ കിടന്ന് റെസ്റ്റ് എടുക്ക്. അല്ല ശിവേട്ടാ, എന്തിനാ? വേണ്ട, ഞാൻ തന്നെ വന്ന് ഉണ്ടാക്കിക്കോളാം. എടി ഐഷു, അതിനെ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഇവിടെ നോക്ക് ഐഷു, ഇന്ന് നിനക്ക് ഫുള്ളു റെസ്റ്റാ. നിനക്ക് ഒരു പണിയും ഇല്ല. രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കണത് അതിന് കറി വെക്കണത് എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും ചെയ്യാണ്ട് മിണ്ടാതെ കിടന്നാ മതി. ഞാൻ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയ ശേഷം നിന്നെ വിളിക്കാം. അപ്പൊ നീ എണീറ്റ് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, കേട്ടോ? എന്നാലും എടി ഐഷു, മിണ്ടാതെ കിടന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ പറഞ്ഞില്ലേ? എടാ അമ്മൂസേ, ഇന്ന് നമ്മ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം. ഇന്ന് അച്ഛനും അമ്മൂസുമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. എന്തേ, ഉണ്ടാക്കാമോ? ആ ശരി, എന്നാ വാടാ അമ്മൂസേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കാം. എടാ അമ്മൂസേ, നിന്റെ അമ്മ എന്ത് പറഞ്ഞ്? നമുക്ക് ഈ അടുക്കളയിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, അമ്മൂസും അച്ഛനും കൂടെ ചേർന്ന് എത്ര സൂപ്പറായിട്ട് കറി വെച്ച്. ആ, എന്ത് കറിയാണെന്ന് ചോദിച്ചാ, ഉള്ളി തക്കാളി ഉള്ള പച്ചക്കറിയൊക്കെ എല്ലാം കൂടെ ഇട്ട് വച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോ അത് എന്തോ ഒരു കറി ആയിട്ടുണ്ട്. കറി വെച്ചു, പക്ഷെ അതിന് എന്താ പേര് വെക്കണമെന്ന് അറിഞ്ഞില്ലല്ലോ. എന്താ പേരില്ലാണ്ട്? നമ്മൾ കറി വെച്ചില്ലേ, ഇനിയിപ്പോ അതിന് പേര് വെക്കാലോ. ആ, എന്ത് പേര് വെക്കാം? പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ചാ അത് സാമ്പാറല്ലേ? അപ്പോ ഇതിന് നമുക്ക് സാമ്പാറിന് പേര് വെക്കാടാ മൂസേ. അതേടാ മൂസേ, നമ്മൾ സാമ്പാറാണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ പേര് സാമ്പാറാണ്, ശരിയാ? ആ അതേടാ മൂസേ, ചപ്പാത്തി ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ചപ്പാത്തിയല്ലേ ഉണ്ടാക്കിട്ടിരിക്കണേ. ഇതാ ഒരെണ്ണം ഉണ്ടാക്കിയില്ലേ. ഇനി നമുക്ക് മൊത്തം എത്ര ചപ്പാത്തി ഉണ്ടാക്കണം? 30 ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ടടാ. ആർക്കാ 30 ചപ്പാത്തി? നമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛന് ഒരു 3 ചപ്പാത്തി, അമ്മയ്ക്ക് ഒരു 2 ചപ്പാത്തി, പിന്നെ അമ്മൂസിന് 1 ചപ്പാത്തി. മൊത്തം 6 ചപ്പാത്തി മതിയടാ. അതിന് ചപ്പാത്തി കഴിക്കാൻ മാത്രം അവന് പല്ലൊന്നും വന്നിട്ടില്ലല്ലോ. ശരി, എന്നാലും നമ്മളെ ചപ്പാത്തി കഴിക്കണത് കാണുമ്പോഴേ അവനും വേണമെന്ന് പറയും. അവന്റെ കയ്യിൽ വെറുതെ കൊടുക്കാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. അപ്പൊ മൊത്തം 7 ചപ്പാത്തി ഉണ്ടാക്കിയാ മതി. അമ്മൂസ് പറയ്, എത്ര ചപ്പാത്തി ഉണ്ടാക്കണം? 7 പറഞ്ഞ എത്രയാ? ആ സൂപ്പർടാ അമ്മൂസേ, 7 ചപ്പാത്തി ഉണ്ടാക്കണം. ആ ശരിയുടെ അമ്മൂസേ, അമ്മൂസ് ചപ്പാത്തി മാവും കൊണ്ട് ചെറുതായിട്ട് ഉണ്ട പിടിച്ചതാ. അച്ഛനത് പരത്തി ചപ്പാത്തി ഉണ്ടാക്കാം. എടാ അമ്മൂസേ, അച്ഛൻ പറഞ്ഞ പോലെ 7 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഇനി എന്തിനാടാ ഉണ്ട പിടിക്കുന്നത്? മതിയടാ. ഓ, കളിക്കാനാണോ? ശരി, കളിക്കാനത് ഒരെണ്ണം വെച്ചോട്ടാ. പക്ഷെ ചപ്പാത്തി മതി. നമുക്ക് 7 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ശരി വാടാ മൂസേ, നമുക്ക് നമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി കറിയൊക്കെ അമ്മന്റെ അടുത്ത് കൊണ്ടുപോയി അമ്മയെ സർപ്രൈസ് ചെയ്യാം.
അമ്മയ്ക്ക് ശരിക്കും സർപ്രൈസ് തന്നെയാണ്. ശിവേട്ടാ, എന്താ ഇത്? അടുക്കളനെ എന്ത് കോലവ് കാണിച്ചു വെച്ചിരിക്കണേ? ഐഷു, അത് നിനക്ക് വേണ്ടി ചപ്പാത്തിയും സാമ്പാറും ഉണ്ടാക്കിയതാ. ചപ്പാത്തിയും സാമ്പാറും ഉണ്ടാക്കിയത് അവിടെ ഇരിക്കട്ടെ ശിവേട്ടാ. അടുക്കളനെ എന്തുണ്ടാക്കി വെച്ചിരിക്കുവാ? കറിയൊക്കെ ഗ്യാസിന്റെ മേലെ ചിന്തി, മാവൊക്കെ കൊട്ടി, നിലത്തൊക്കെ മൊത്തം പച്ചക്കറിയും മാവും ഒക്കെ ആക്കി. ഇതൊക്കെ എന്താ ശിവേട്ടാ? ഇതൊക്കെ ആരാ വൃത്തിയാക്കണേ? അത് ഐഷു. അയ്യോ എന്റെ ദൈവമേ, എനിക്കെന്തോ റെസ്റ്റ് തരണമെന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടാക്കണമെന്ന് വന്നിട്ട് അവസാനം ഇപ്പൊ എനിക്ക് ഒരു പണിക്ക് 10 പണി ഉണ്ടാക്കി വെച്ചിരിക്കുവാന്നുങ്ങ. ഐഷു, അത് ശരി, പോട്ടെ, വിട് ഐഷു. ഞങ്ങൾ ആദ്യമായിട്ട് അടുക്കള കേറിയതല്ലേ, കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് ക്ഷമിക്ക്. അടുക്കള കുറച്ച് മോശമായി പോയി, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കിടില്ലെന്നാ. ഞാനും അമ്മൂസും കൂടെ ചേർന്ന് നല്ല അടിപൊളി സാമ്പാറും അടിപൊളി ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അമ്മൂസും ഞാനും കൂടെ ചേർന്നിട്ട് സൂപ്പറായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്ക് ഐഷു, സൂപ്പറായിട്ടുണ്ടാവും. ആ, അച്ഛനും മകളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചോളാം. പക്ഷെ അതിന്റെ മുന്നിലേ അച്ഛനും മകളും കൂടെ ചേർന്ന് ഈ അടുക്കള ഒന്ന് വൃത്തിയാക്കി തന്നോളി. എന്ത്? അടുക്കള ഞങ്ങൾ വൃത്തിയാക്കണോ? പിന്നല്ലാതെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന് എനിക്ക് ഫുള്ള് റെസ്റ്റാ, ഞാൻ ഒരു പണിയും ചെയ്യണ്ടെന്ന്. നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഞാൻ കഴിച്ചാൽ മാത്രം മതി എന്നല്ലേ പറഞ്ഞത്. എന്തായാലും ഞാൻ കഴിച്ചോളാം. പക്ഷെ ഈ അടുക്കള മൊത്തം അച്ഛനും മകളും കൂടെ ചേർന്ന് വൃത്തിയാക്കിയാ മതി കേട്ടോ. എടാ അമ്മൂസേ, ഇതാണോ പടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്?